കൊല്ലം CHU ഓഫീസിലാണ് പ്രവർത്തകരെല്ലാം ആദ്യം വന്നത്. അവിടെ ഇരുന്ന് പത്രികകൾ മുഴുവനും ഒരു പാർട്ടി പ്രവർത്തകർ, ഇടതുമുന്നണി പ്രവർത്തകരുടെ ഒരു സൂക്ഷ്മ പരിശോധന നടന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പ്രകടനമായി, കഴിഞ്ഞ തവണ എല്ലാ കുറിയും അങ്ങനെ തന്നെ ആയിരുന്നു മുകേഷ്, CHU ഓഫീസ് തൊഴിലാളികളുടെ ഒരു ഇറ്റല്ലെന്ന് പറയാവുന്ന കൊല്ലം CHU ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി ഇടതുമുന്നണി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനമായിട്ടാണ് ഈ കൊല്ലം കളക്ടറേറ്റിലേക്ക് വരിക. ഇവിടെ ജില്ലാ വരണാധികാരി കൂടിയ കളക്ടർ ദേവിദാസിന് മുമ്പാകെയാണ് പത്രിക സമർപ്പിക്കുന്നത്. അല്പം 3 സെറ്റ് പത്രിക സമർപ്പിക്കും. ഹലോ, കേൾക്കാൻ രാജ്കുമാർ. അപ്പൊ ഇത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് 3ാം തവണയാണ്. ആദ്യം നിയമസഭാ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം പത്രിക സമർപ്പിച്ചിരുന്നു. ഇതിപ്പോൾ വീണ്ടും 3ാം തവണ അദ്ദേഹം ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിക്കുന്നതിന്റെ ഭാഗമായി പത്രിക സമർപ്പിക്കും. ഇത് ഒരു കൊല്ലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ സംഭവമായി ഇതും മാറും. ഇത് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഒരു സിറ്റിംഗ് MLA ലോക്സഭയിലേക്ക് കൊല്ലം ജില്ലയിൽ നിന്ന് മത്സരിക്കുക. അങ്ങനെ അതും ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം ഇപ്പോൾ പ്രകടനമായി കളക്ടറേറ്റിനുള്ളിലേക്ക് അത് പ്രവേശിച്ചു കഴിഞ്ഞു. ഏതാനും കുറച്ച് പ്രവർത്തകർ മാത്രമായിരിക്കും ഉള്ളിലേക്ക് വരിക. മറ്റുള്ള പ്രവർത്തകർ പുറത്തു നിൽക്കും. അത് ഇലക്ഷൻ കമ്മീഷന്റെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് അതിൽ ഈ പറയുന്ന ഇത്ര പേരുണ്ട് കണക്കുണ്ട്. ആ കണക്കിൽ താഴെയുള്ളവർ മാത്രമായിരിക്കും ഭരണാധികാരിയെ സമീപിക്കുന്നതും ഈ നോമിനേഷൻ നൽകുന്നതും. രാജ്കുമാർ, നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കാശ് കെട്ടിവെക്കാനുള്ള പൈസ നൽകിയത് കടലിൻ്റെ മക്കളാണ്. അത്തരത്തിലുള്ള ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ മുകേഷിൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ വലിയൊരു പിന്തുണ എല്ലാ ജനവിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും മുകേഷിന് ഉണ്ടാകുന്നു എന്നതൊരു പ്രത്യേകതയാണല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു പ്രത്യേകതയുള്ളതാണ്. മുമ്പും മുൻകാലങ്ങളിലൊക്കെ പരമ്പരാഗത തൊഴിലാളികൾ മുകേഷിന് കെട്ടിവെക്കാനുള്ള പത്രിക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അതിന് പണം കെട്ടിവെക്കാനുള്ള കാശ് പരമ്പരാഗത തൊഴിലാളികൾ നൽകിയിരുന്നു. ഇക്കുറി കടലിന്റെ മക്കൾ അവരുടെ വിയർപ്പിൽ, അവരുടെ അധ്വാനത്തിൽ ഉണ്ടായ ആ പണമാണ് അവർ പ്രതീക്ഷയോടുകൂടി നൽകിയത്. ഒരു മണ്ണെണ്ണ സബ്സിഡി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ UDF സ്ഥാനാർത്ഥി കൂടിയായ നിലവിലെ സിറ്റിംഗ് MP ഒന്നും തന്നെ ചെയ്തില്ല എന്നൊരു ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇനി ഇവിടുന്ന് പോകുന്ന ഈ പുതിയ MP മുകേഷ് അദ്ദേഹം ജയിക്കുവാണെങ്കിൽ അവർക്ക് വേണ്ടി പറയേണ്ടടുത്ത് പറയുമെന്നുള്ള ഒരു വിശ്വാസം. വളരെ ആവേശത്തിൽ മുദ്രാവാക്യങ്ങളുമായി ഗേറ്റിന് പുറത്തുണ്ട്. മന്ത്രി KN ബാലഗോപാലിന്റെ ഒപ്പം പങ്കാളിത്തത്തിലാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കളക്ടറേറ്റിലേക്ക് ഭരണാധികാരിക്ക് മുൻപാകെ മുകേഷ് എത്തിയിരിക്കുന്നത്. 3 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് സമർപ്പിക്കുന്നത്. രാജ്കുമാർ തുടരുന്നുണ്ട്. രാജ്കുമാർ, മുകേഷ് കൊല്ലം LDF സ്ഥാനാർത്ഥി മുകേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ഭരണാധികാരിക്ക് മുൻപാകെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകാനൊരുങ്ങുന്നു. 3 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണല്ലേ സമർപ്പിക്കുന്നത്? ഇതൊരു ചരിത്രപൂർവ്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കൊല്ലം ലോക്സഭയുടെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയുടെ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ ഏടാണിത്. അദ്ദേഹം നിലവിൽ സിറ്റിംഗ് MLA, അദ്ദേഹം ഇപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞു. ശുഭപ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പത്രികാ സമർപ്പണം. നിലവിൽ ഇതിന്റെ പാർലമെന്ററി സെക്രട്ടറി K വരദരാജൻ, PS സുഹാൽ MLA, കേരളത്തിന്റെ ധനകാര്യ മന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ, അതുപോലെ മുൻ മന്ത്രി K രാജു ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിലാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്.